സെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു റെസിപ്പിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജസ്റ്റ് ചെയ്ത ഒരു ഫുഡും കൂടെയാണ് ഇത് കേട്ടോ. പ്രായമായവർക്കും രോഗികൾക്കും ഒക്കെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും വേദനകൾക്കും ദഹനം സുഗമമായി നടക്കാനും ഹൃദയാരോഗ്യത്തിനും ഒക്കെ ഏറെ ഗുണങ്ങളുള്ള ഒരു ഹെൽത്തി ഫുഡാണിത്. അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കാതെ നല്ല ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും അതേപോലെ തന്നെ തേനൊക്കെ ചേർത്ത് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് കൂടിയിട്ടാണ് ഇത്. അപ്പോൾ ഇതിനായിട്ട് ബാർലിയുടെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് കുറച്ച് പാല്, നമ്മളിത് കുറുക്കാനെടുക്കുന്ന പാലിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൂടായ പാലിലേക്ക് മൊത്തം പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും. അതില്ലാതിരിക്കാനാണ് ആദ്യം തന്നെ കുറച്ച് പാലിൽ ഈ പൊടികൾ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കട്ടകളില്ലാതെ പാല് നന്നായിട്ട് കുതിർന്നിരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ നട്ട്സൊക്കെ നോക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഈത്തപ്പഴം, ബ്ലൂബെറി, അതുപോലെ അണ്ടിപ്പരിപ്പ്, ബദാം എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉള്ളത് വെച്ചെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ, നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ടാക്കാനുള്ള പാല് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഒന്നിങ്ങനെ തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാർലിയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാർലി പൗഡറൊക്കെ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബാർലി വാങ്ങിച്ച് കഴുകി ഉണക്കിയിട്ട് അതൊന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചാലും മതി. പിന്നെ ഇതിലേക്ക് അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മൾ എടുത്ത് ഒഴിക്കണ സമയത്ത് നന്നായി കലക്കി എടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം തിളച്ച് കഴിഞ്ഞാൽ അത് സിം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്ത് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് പട്ട ഒരു കഷ്ണം ഇടുന്നുണ്ട്, ഒരു 4 ഏലക്കായും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഏലക്കായൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി. പട്ട ഒരു കഷ്ണം ഇടുന്നതോ അല്ലെങ്കിൽ പട്ടറപ്പൊടി ചേർക്കുന്നതോ വളരെ നല്ലതാണ് കേട്ടോ. ഏലക്കായുടെ ഫ്ലേവർ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം. ഞാനിത് ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെന്തതിന് ശേഷം ഇതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. പട്ടയും ഏലക്കായൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതുവരെക്ക് ഇതിൽ കിടന്നൊന്ന് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടിക്കോട്ടെ. അടിക്ക് പിടിക്കാതെ നല്ല സൈഡൊക്കെ എടുത്തിട്ട് വേണം നമുക്കത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം. ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് എടുത്ത് വെക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിലേക്കൊക്കെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ട് അത് മധുരമാക്കേണ്ട കേട്ടോ. ഇതിൽ നമ്മൾ കഴിക്കണ നേരത്ത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേന് ചേർത്തിട്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് തേന് ചേർത്ത് ഇളക്കിയിട്ട്, ചൂടോടെ അല്ല, നമ്മൾ കഴിക്കണ ആ സമയത്ത് തേന് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് മധുരമാക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് പാലൊന്നും ചേർക്കാതെ തന്നെ ബാർലി പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് നമ്മൾ കുടിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് നമുക്ക് കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ കുടിച്ച് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ബാർലി. അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ആയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ള ആ പട്ടയും ഏലക്കായൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിന് മധുരത്തിനായിട്ട് തേനും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് റോസ് പെറ്റൽസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മധുരത്തിനായിട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേനും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.